today we ordered some Temu things in Temu for Christmas and it came today. We are really excited to open it. അപ്പോൾ നമ്മൾ ലൈറ്റ്സ് എല്ലാം തന്നെ തെമുവിലാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ സാധനം കൈ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും ഇത്രയും ഉള്ളോ, നമ്മൾ ഇത്രയും സാധനം ഓർഡർ ചെയ്തിട്ട് ഇത്രയും ഉള്ളോ എന്ന് ചിന്തിക്കുക. അതുപോലെ തീരെ ചെറുതായിട്ട് കിട്ടിയാണ് ഓരോ പാക്കറ്റ്സും വരുന്നത്. പിന്നെ അതിനകത്ത് നമുക്ക് ചില ലൈറ്റ്സൊക്കെ നമ്മുടെ സാധാ ലൈറ്റ്സ്, ചില സാധനം കാണുമ്പോൾ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവും. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, ഇതല്ലല്ലോ ഞാൻ ഓർഡർ ചെയ്തതെന്ന് പോലും നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന സാധനങ്ങളുണ്ട്. ഈ നൂൽ കമ്പിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും കർത്താവ് ഇതെന്തിനുള്ളത്, ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് തെമ്മിലോട്ട് പോയി പിന്നെ ഇതെന്താ സാധനം എന്നൊക്കെ ഒന്ന് നോക്കണ്ട, അതുമാത്രം കൺഫ്യൂഷനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് വന്ന് അവരത് ഓപ്പൺ ചെയ്ത് ഫിറ്റ് ചെയ്യാതെ അവർ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾ അവർ തുറന്ന് കണ്ട് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങൾ തെമുവിൽ നിന്നാണ് എല്ലാ സാധനവും ക്രിസ്മസിൻ്റെ എല്ലാം ഓർഡർ ചെയ്തത്. ഇത് കണ്ട, ഇത് നൂൽക്കമ്പിയാണ്. ഇതിങ്ങനെ മരത്തേലൊക്കെ ചുറ്റാൻ നല്ലതാണ്. ഇതിങ്ങനെ നമ്മൾ അഴിക്കുമ്പോൾ സ്പ്രിങ് പോലെ കിടക്കും. ഇതുണ്ടോ, നീളത്തിൽ മാല പോലെ ഉണ്ട്. എന്നിട്ട് വേണേൽ ഒഴിച്ച് സ്പ്രിങ് പോലെ ഇടാം, അല്ലെങ്കിൽ മരത്തെ ചുറ്റാം. ഇത് കുട പോലെ കണ്ടോ, ഇതിങ്ങനെ നീളത്തിലെല്ലാ കമ്പിയും നേരെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്കത് ഷേപ്പിലാക്കാം, കുടയുടെ ഷേപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് അതിന് ഷേപ്പിലാക്കാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം എങ്ങനെയാണ് അത് ചെയ്തതെന്നൊക്കെയുള്ളത്. അപ്പോൾ പിള്ളേരതെല്ലാം ഫിറ്റ് ചെയ്യുകയാണ്, അവരുടെ പരിപാടിയാണ്. എല്ലാം കയറി മുകളിലെല്ലാം തൂക്കി. ഇത് നമ്മുടെ സാധാ നമുക്ക് കിട്ടുന്ന ലൈറ്റ് പോലത്തെ സാധാ ലൈറ്റാണ്. ഇനി ഇതിനകത്ത് ഇതുപോലെ തന്നെ ഒരെണ്ണമുണ്ട്, മാല പോലെ കിടക്കുന്നത്. അപ്പം ഞങ്ങളുടെ ലൈറ്റ്സ് എല്ലാം ഇട്ടെല്ലാം റെഡിയായി. ഇതെല്ലാം തന്നെ സോളാറാട്ടോ. സോളാറായതുകൊണ്ട് പിന്നെ നമുക്ക് കറണ്ട് ചാർജിൻ്റെ ഒരു പ്രശ്നം വരത്തില്ല. ആ കിടക്കുന്ന നൂൽക്കമ്പി പോലത്തെ സാധനം ഞാൻ സ്പ്രിങ് ആയിട്ട് തന്നെ ഇട്ടേക്കുന്നതാണ്. ഈ ട്രീയുടെ ലീഫിൽ കൂടെ വന്നേക്കുന്ന അത് കുടകളാണ്, ആ കുട പോലത്തെ സാധനം. പിന്നെ ഈ ട്രീയിൽ വുഡ് പീസിൽ ചുറ്റിയേക്കുന്നതും ആ സ്പ്രിങ് പോലെ നൂൽക്കമ്പിയെ വരുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ട്രീയുടെ ഓരോ വുഡിൽ കൂടെയും ചുറ്റിക്കയറ്റാം ആ നൂൽക്കമ്പി വെച്ചിട്ട്. വാം ലൈറ്റും മൾട്ടി കളറും അങ്ങനെ പലകളെല്ലാം ഞാൻ വാങ്ങിച്ചായിരുന്നു. വെച്ചിട്ടൊക്കെ മാൻ്റെ പുറത്ത് റെയിൻഡിയറിൻ്റെ പുറത്തൊക്കെ കയറിയിരിക്കുകയാണ്. ഞാൻ സൂത്രം കാണിച്ചില്ല, ഞങ്ങളുടെ എച്ചൂട്ടം വരച്ച് കളർ ചെയ്ത ക്രിസ്മസ് ഫാദർ കണ്ടോ. ലൈറ്റിൻ്റെ അവിടെ കൊണ്ട് ആള് തന്നെ പ്ലാസ്റ്ററൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. മറ്റേ സെൻസർ ലൈറ്റ് ഓണാ, ഇനി ഒരു ലൈറ്റും കാണില്ല. അത് ബ്ലിങ്ക് ചെയ്യും, പക്ഷെ അപ്പം ആ ലൈറ്റിന് മറ്റേ മൾട്ടി കളർ ലൈറ്റിന് അപ്പം എഫക്റ്റ് ഇല്ല, മനസ്സിലായോ? മൾട്ടി കളർ ലൈറ്റ് അവിടെ ഇട്ടേക്കുന്നതേ കാണത്തില്ല. ഈ ട്രീയെ കണ്ടോ, മൾട്ടി കളർ ലൈറ്റ് നന്നായിട്ട് കത്തുന്നുണ്ടോ. ഇവിടെ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ആ മൾട്ടി കളർ ഇട്ടേക്കുന്നതുകൊണ്ട് മൾട്ടി കളർ നമുക്ക് അവിടെ നിന്ന് മാറ്റാം. പുൽക്കൂടാണ് വരാനുള്ളത്. ഇനി ക്രിസ്മസ് ട്രീ കാണിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ അല്ല, ഞാൻ എൻ്റെ ഐഡിയ കൊണ്ട് പിള്ളേരുണ്ടാക്കിയ ഞങ്ങളുടെ കലാവിരുതാട്ടോ. ഇപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ക്രിബ് പുൽക്കൂട് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ വീഡിയോ എല്ലാവരും കാണണമെന്ന് പറയുന്നു. ഇപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് ആശംസിക്കും. ഞങ്ങളുടെ പുൽക്കൂട് വരാൻ കിടക്കുന്നു. പുൽക്കൂടിന്റെ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇതാണ് ആദ്യത്തെ രാജാക്കന്മാർ. ബൈ ഗൈസ്.